അതേപോലെ തന്നെ വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മൗത്ത് ബ്രീതിങ്. ഇപ്പോൾ തംസക്കിങ് പറഞ്ഞു. മൗത്ത് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ വായ തുറന്ന് പിള്ളേർ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ അതിന് 2-3 കാരണങ്ങളാവാം. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് ആവാം. ഇപ്പോൾ നേസൽ ബ്ലോക്ക്, ഇവിടെ മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വായ തുറന്ന് കിടന്നുറങ്ങും. രണ്ടാമത് ഹാബിച്വൽ ആവാം. മനസ്സിലായി? അപ്പം നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ ഇല്ലേ. അതിനെപ്പോഴും നമ്മളൊരു ENT സർജൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വിടും. എന്നിട്ട് അവരുടെ ഒപ്പീനിയൻ എടുക്കാം. അപ്പോൾ നേസൽ ഒബ്സ്ട്രക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില അപ്ലയൻസസ് ഉണ്ട്, വായിലിടുന്ന ഒരു തരം ക്ലിപ്പ് ഉണ്ട്, മൗത്ത് ഗാർഡ്, ഒരു ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ നിന്ന് ഒരു പ്ലേറ്റ് പോലെ ഒരു കുറേ ഓട്ടയിടും. എന്നിട്ട് ആദ്യം കുറേ ഓട്ട ഉണ്ടാവും, പിന്നെ ഓരോ ദിവസം പോകുമ്പോൾ ആ ഓട്ട കുറച്ച് കൊണ്ടുവരും. അപ്പോൾ മൗത്ത് ബ്രീതിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മൗത്ത് ബ്രീതിങ് എന്ത് ഡാമേജ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വായിലത്തെ ഇതേപോലെ തന്നെ ഷേപ്പ് വി ഷേപ്പിലേക്ക് വരും. നമ്മൾ നിങ്ങൾ തുറക്കുമ്പോൾ അഗെയിൻ പോസ് ഷേപ്പ് വി ഷേപ്ഡ് വന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ പല്ല് പൊന്തും, മുന്നിൽ സ്പേസ് ഇല്ല. ഇപ്പൊ ഈ സൈഡത്തൊക്കെ ആർച്ചിനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് ഷേപ്പ് മാറ്റുകയാണ്. അതാണ് പ്രശ്നം. അത് അല്ലാണ്ട് അപ്പോൾ മൗത്ത് ബ്രീതിങ് അതാണ് ഒരു ഇഷ്യൂ. അപ്പോൾ മൗത്ത് ബ്രീതിങ് ഉണ്ടോ നേസൽ ഒബ്സ്ട്രക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് പിള്ളേർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. and ask them to hold it in the mouth. If they can hold it in the mouth for about 1-1.5 മിനിറ്റ് വായിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഇല്ല, അവർക്ക് മൂക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ ഹാബിച്വലായിട്ടാണ് വായ വെച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നൊരു ബട്ടർഫ്ലൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചെറിയൊരു പഞ്ഞിയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് മൂക്കിൻ്റെ ഇടയിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യും. ഈ വായിൽ വെള്ളം കൊടുത്തിട്ട് അടിക്കാൻ വെച്ചിട്ട് ചെറിയൊരു പഞ്ഞിയുടെ കഷ്ണം മൂക്കിൻ്റെ ഇടയിൽ വെച്ചാൽ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യണമെങ്കിൽ മൂക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഒബ്സ്ട്രക്ഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം ഹാബിറ്റ് കറക്റ്റ് ചെയ്യാൻ.